ഉറുമ്പിനെ നിരീക്ഷിക്കണം, ചിത്രശലഭത്തെ നിരീക്ഷിക്കണം. വെറുതെ പറഞ്ഞതല്ല അള്ളാഹു. യൗമ യകൂനുന്നാസുക്കൽ ഫറാശിൽ മബ്സൂസ്, വെറുതെ പറഞ്ഞതല്ല. ഫറാശായി മാറണം. ഇരുട്ട് വിട്ട് വെളിച്ചത്തിലേക്ക് വരുന്ന ഒരു ജീവിയാണത്, അല്ലേ? അത് ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ. ഇരുട്ട് വിട്ട് വെളിച്ചത്തിലേക്ക് വരുന്ന ലോകത്തിലെ ഒരു ജീവിയാണത്. അങ്ങനെ അള്ളാഹുവിന്റെ വെളിച്ചത്തിൽ അത് മരിച്ചു വീഴുകയാണ്. പിന്നെ അതിന് ഇരുട്ടിലേക്ക് പോകാൻ സാധിക്കൂല. പിന്നെ അതിന് ഒരിക്കലും പിന്നെ ഇരുട്ടിലേക്ക്, അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കൂല. ഒരിക്കലും അത് സങ്കല്പിച്ചു പോലുമില്ല, സ്വപ്നത്തിൽ പോലും സങ്കല്പിച്ചിട്ടില്ല എനിക്ക് ചിറകുകൾ വെക്കുമെന്ന്. അത് പുഴുവായിരിക്കുമ്പോ, ഒരു ഇലയുടെ മറവിൽ ഇരുട്ടിൽ പുഴുവായി കഴിയുമ്പോൾ ഈ ഇലയെ മുഴുവൻ തിന്നുകൊണ്ട് എനിക്ക് ചിറകുകൾ വെച്ച് അള്ളാഹുവിന്റെ വെളിച്ചത്തിലേക്ക് ഞാൻ പറന്നുയരുമെന്ന് ഒരിക്കലും അത് ചിന്തിച്ചിട്ട് പോലുമില്ല. അതാണ് യുഖരിജന്നാസമിനല്ലുലുമാത്തി ഇലന്നോ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. അതാണ് യൗമ യകൂനുന്നാസുക്കൽ ഫറാശിൽ മബ്സൂസ്. അത് മനുഷ്യൻ അജ്ഞതയുടെ കബറിൽ നിന്ന് പുറത്തു വരികയാണത്. സംഗതി ശരി തന്നെയാണത്. ഇവരെ ഇരിക്കണം എന്താ, ഖിയാമത്ത് വരുമ്പോ മനുഷ്യൻ കബറിൽ നിന്ന് ചിത്രശലഭത്തെ പോലെ പുറത്തേക്ക് വരും എന്നാണ് ആ ഖിയാത്തിന് അൽക്കാരിയത്തുണ്ടായ സംഗതി. ശരിയാണ്. അവന്റെ തലച്ചോറിലേക്ക് ചിന്തയുടെ ഹാമർ കൊണ്ട് അടി കിട്ടുമ്പോൾ, അതാണ് കാര്യത്ത്. അത് കിട്ടിയാൽ അജ്ഞതയുടെ കബറുകളിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. സംഗതി ശരി തന്നെയാണ്, വ്യാഖ്യാനം ശരി തന്നെയാണ്. അത് അജ്ഞതയുടെ എല്ലാ കബറുകളെയും വിട്ടുകൊണ്ട് അവര് വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് അവര് പറന്നു വരും. അത് സംഗതി ശരി തന്നെയാണ്. അത് അവര് മഹ്ശറിൽ കാക്കിയെന്ന് മാത്രം. ഒരു മനുഷ്യനിൽ അവൻ ഖിയാമത്ത് വരുമ്പോൾ അത് സംഭവിക്കും. അവന്റെ കാര്യത്ത് ആ ഖുർആൻ എന്നാലും നേട്ടം തന്നെയാണ്. അവന്റെ തലച്ചോറിലേക്ക് സത്യത്തിന്റെ ഹാക്ക, അൽ ഹാക്കത്തും അൽ ഹാക്ക, ഹക്കിന്റെ സത്യത്തിന്റെ മേട്ടം കിട്ടിയാണ്. യാഥാർത്ഥ്യങ്ങളുടെ അടി അവന്റെ തലച്ചോറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യത്തിനെയാണ് കസ്സബത്ത് സമൂദും ബിൽ കാര്യ. സമൂദ് ഈ കാര്യത്തിനെയാണ് കേൾക്കാൻ തയ്യാറാകാതിരുന്നത്. അതാണ് കസ്സബത്ത് സമൂദും ബിൽ കാര്യ. സമൂദ് എന്ന് പറഞ്ഞാൽ കണ്ണിന് അന്ധത ബാധിച്ചവൻ, അവനാണ് സമൂദ്. അതാണല്ലോ സമൂദും ആദും സമൂദും ഫിർഔനും ഒക്കെ ഒരേ കൂട്ടക്കാരൻ. ഒക്കെ പറയുള്ളവരെ കസ്സബത്ത് സമൂദും ആദും ഫിർഔനും ഖൗമു ലൂത്ത്, ഇവരൊക്കെ ഒന്നിച്ചു വരുന്ന ആൾക്കാരാണ്. കണ്ണിന് അന്ധത ബാധിച്ചവർ അവരാണ് സമൂദ്. തിമിരം ബാധിച്ചവർ ഇപ്പൊ നമ്മൾ എവിടുന്ന് പോയി മന്നാമന ബില്ലാഹി, അല്ലെ? അവരാണ് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നവർ. അവര് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളണം. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് സത്യത്തെ സ്വീകരിക്കുക എന്നാണ്. ഇന്നഹു വൽ ഹഖ്, അള്ളാഹു ഹക്കാണ്. ഹക്കീക്കത്തും കഴിഞ്ഞിട്ടാണ് ഹക്ക്. യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയാണ് ഹക്കീക്കത്ത്. ഈ സൂഫികൾക്ക് പറഞ്ഞാൽ അറിയും ഹക്കീക്കത്തിന്റെ അവസ്ഥയും ഹക്കിന്റെ അവസ്ഥയും.